ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കുറച്ച് നെയ്മത്തി ഇട്ടിട്ടുണ്ട്. അതിട്ട് നമുക്കൊരു മുളക് കറി വെച്ചാലോ. അപ്പം നമുക്ക് ആദ്യം അടുപ്പ് കത്തിച്ച് അതിനകത്തോട്ട് ചട്ടി വെക്കാം. മൺചട്ടിയിലാണേ നമ്മളിന്ന് മീൻ കറി വെക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മത്തി മുളക് കറി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാവേ. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ആദ്യം വെളുത്തുള്ളി ഇടാവേ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണേ. കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് കൈവിടാതെ നമ്മളത് ഇളക്കി എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ അതെല്ലാം വഴന്ന് വന്നപ്പോഴത്തേക്കിനും ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ഇവിടെ ഏകദേശം ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. ഇടത്തരം ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക. അതായത് നമ്മുടെ എരി എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ചാണ് കേട്ടോ പച്ചമുളകിൻ്റെ എണ്ണം കൂടുകയും കുറയ്ക്കുകയും ചെയ്യാമേ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൊണ്ട് ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം കിടന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ആദ്യം മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മളിവിടെ 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഏകദേശം മുളക് പൊടി എടുത്ത് അത്രയും തന്നെ മല്ലിപ്പൊടി ഞങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം അപ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മാത്രം, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഉലുവയൊക്കെ നമ്മൾ നേരത്തെ ഇട്ട് പൊട്ടിച്ചുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. അങ്ങനെ നല്ലതായിട്ട് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് കൈവിടാതെ പൊടി ഇളക്കിയിട്ടുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ. അങ്ങനെ പൊടിയുടെ പച്ചമണം മാറി അത് മൂത്ത് വന്നപ്പോഴത്തേക്കിനും നമ്മൾ അതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. അപ്പോൾ പെട്ടെന്ന് മീൻകറിയുടെ അരപ്പെല്ലാം തിളച്ച് വരുവേ. അങ്ങനെ അതിനകത്തേക്ക് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുടമ്പുളി ചേർത്ത് കൊടുത്തേ. എന്നിട്ട് നമ്മൾ ആ പാത്രം അടച്ച് വെച്ച് കേട്ടോ. പെട്ടെന്ന് തിളച്ച് വരും അന്നേരം. അങ്ങനെ നമ്മുടെ മീൻകറിക്കുള്ള അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ കറിയുടെ അരപ്പിനകത്തേക്ക് മീൻ പെറുക്കി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ ഒന്ന്. അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാവേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉപ്പും മുളകും എല്ലാം പാകത്തിനാണ്. ചോറിൻ്റെ കൂടെ നമ്മുടെ ചീനി വേവിച്ചതിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ മീൻകറി. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.